വണ്ടി ഭ്രാന്തന്മാരൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഫോക്സ്വാഗന്റെ പോളോ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ? റെഡ് കളറില് ഡീസല് 2017 മോഡല്. ഇത് ഹോണ്ടയുടെ സിവിക്. ഒരു ആവശ്യക്കാര് പെട്ടെന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല. വണ്ടിയാണ്. ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണ്. 4 സിലിണ്ടറിൽ വരുന്ന സെഫ്റ്റിയറുകളൊക്കെ നോക്കുകയാണെങ്കിൽ പല കളറിലും പല വേരിയന്റിലും നമ്മുടെ അവൈലബിൾ ആണല്ലേ? ഇത് വാഗണർ 1.2 ലിറ്റർ ആണ്. 2019 മോഡല്. വെറും 38,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റ ഉണ്ടെന്ന്. ഇന്നോവ ക്രിസ്റ്റ 2022 യൂസ്ഡ് കാറുകൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണ്ണ അവസരം. നിങ്ങളൊരു 10ഓളം യൂസ്ഡ് കാർ ഷോറൂമുകളിലേക്ക് കയറി ഇറങ്ങി സ്റ്റോക്ക് നോക്കുന്നതിന്റെ പകരം ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അത്രയധികം ഷോറൂമുകളിലെ ഒറ്റ സ്റ്റോക്ക് നിങ്ങൾക്ക് ഒരൊറ്റ ലൊക്കേഷനിൽ കാണാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു യൂസ്ഡ് കാർ മേള നടക്കുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മുടെ ജിനോവേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ജിനോവേട്ടാ നമസ്കാരം. വളരെ നമസ്കാരം. അപ്പൊ നമ്മുടെ മേള ഇന്ന് മുതൽ സ്റ്റാർട്ടിംഗ് ആണല്ലേ? ഏത് വരെ ഉണ്ട് ഡേറ്റ് ഒന്ന് പറയാം? 23, 24, 25, 26 വ്യാഴം മുതൽ ഞായർ വരെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത സമയത്ത് പോയി നമുക്ക് വന്നു നോക്കാം അല്ലേ? പ്രൈസ് റേഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര? 1 ലക്ഷത്തിന്റെ താഴെ മുതൽക്ക് തുടങ്ങുന്നുണ്ട്. എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളും എല്ലാ സെഗ്മെന്റും ഉണ്ട്. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എങ്ങനെ മാക്സിമം ഫണ്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 4 ദിവസങ്ങളിൽ അത്രയധികം ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഫിനാൻസിന്റെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ലാഗ് വരില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാം അല്ലേ? എന്തായാലും ഏതൊക്കെ വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മുഴുവനായിട്ട് എല്ലാം കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും ഒരു കുറച്ച് വാഹനങ്ങളൊന്നും അതായത് ശരിക്കും കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി നമുക്ക് വരുന്നതും, അതായത് ഇത് പലപ്പോഴും നമ്മൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞതുമായിട്ടുള്ള ടൈപ്പ് വണ്ടികളടക്കം ഈ മേളയിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്ക് സ്ഥിരം ഉണ്ടാവുന്ന വാഹനങ്ങളല്ലാതെ ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് വരുന്നതും എന്നാൽ കിട്ടാത്തതുമായിട്ടുള്ള കുറച്ച് വാഹനങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതായത് ഇപ്പൊ ബ്രസ ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് പെട്രോളിലും ഉണ്ട്, ഡീസലിലും ഉണ്ട്. അതേമാതിരി പോളോ ഡീസലും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അതേമാതിരി ഹോണ്ട സിവിക്, അത് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നത്. സിവിക് ഡീസലാണോ? സിവിക് ഡീസൽ റയർ പീസലാണ്. കാരണം മാർക്കറ്റിൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്നാൽ കിട്ടാത്ത വാഹനങ്ങളാണ് ഇപ്പം നിലവിൽ അവൈലബിൾ. അത് മാത്രമല്ല അതുപോലത്തെ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? പാലക്കാട് കാലിക്കറ്റ് ഹൈവേയിൽ കോണോമ്പാറ നെക്സയുടെ തൊട്ടരികിലുള്ള ട്രൂവാല്യൂ, മലപ്പുറം ജില്ലയിലെ. അപ്പൊ എന്തായാലും നിങ്ങൾ വരാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരിക. പിന്നെ നമുക്ക് വണ്ടികൾ അതുണ്ടോ ചോദിച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു തരുന്നതിന് പകരം ഫോട്ടോസിൽ കാണുന്നതിനേക്കാളും ക്വാളിറ്റി നമുക്ക് വന്നാൽ നോക്കിയാലും മനസ്സിലാവും. നമുക്ക് ആദ്യം ഹ്യുണ്ടായിയുടെ സാൻഡ്രോ. ഇത് 2011 സാൻഡ്രോ കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? അത് നമുക്ക് 1 ലക്ഷത്തിന്റെ ഏകദേശം ആ റേഞ്ചിലേക്ക് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഓഫറിൽ കേട്ടോ, മേളയിൽ മാത്രം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഓഫറിലും കാര്യം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇവിടെ എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്ന ഓരോ സെക്ഷനിൽ നിന്ന് ഓരോ വാഹനങ്ങൾ നമ്മൾ എടുത്ത് കാണിച്ചു തരികയാണ്. ജിനോവേട്ടാ, വാഗണറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വാഗണർ 1.2 ലിറ്റർ ആണ്. 2019 മോഡല്. വെറും 38,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വിത്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നത്. അത് നമുക്ക് ഓൾ ഇന്ത്യ ഇത് എവിടെയെങ്കിലും കിട്ടൂലേ? ഇത് മാനുവൽ അല്ലേ? മാനുവൽ ആണ്. അപ്പോൾ വാഗണർ കാറുകൾ ഇത് മാത്രമല്ല, ഇതുപോലത്തെ പല ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്, പഴയ മോഡലൊക്കെ ഇല്ലേ? പഴയ മോഡൽ എല്ലാം ഉണ്ട്. ഈ ഒരു 4 ദിവസത്തെ മേളയിൽ ഓൾട്ടോ 800 മുതൽ എല്ലാത്തരം വാഹനങ്ങളും അവൈലബിൾ ആണ്. വലിയ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രീമിയം സെഗ്മെന്റിലെ ഗ്രാൻഡ് വിറ്റാര ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2022 ആൽഫ ഓപ്ഷൻ ആണ്. ഇത് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നതാണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയത് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് പേടിയില്ലാതെ എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ആൽഫ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വരുന്നുണ്ട് അല്ലേ? സൺറൂഫ് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ? ഒരു പുതിയ ഗ്രാൻഡ് വിറ്റാരൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മുടെ സ്റ്റോക്ക് റേറ്റ് പറയാം. ഡിസ്കൗണ്ട് ഇവിടെ വന്ന് നിങ്ങൾ നേരിട്ട് അനുഭവിക്കുക. 12.5 ലക്ഷമാണ്. എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റ ഉണ്ടെന്ന്. ഇന്നോവ ക്രിസ്റ്റ 2022 G+ വേരിയന്റ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണോ? പേപ്പർ ക്ലിയർ ആണെന്ന് മാത്രമല്ല, 1 വർഷത്തെ വാറണ്ടി റീ രജിസ്ട്രേഷൻ വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റീ രജിസ്ട്രേഷൻ ഇന്നോവ കാറിന് 1 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നത്. എഞ്ചിനും ഗിയർ ബോക്സിനും. ഈ വാഹനം എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാ ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടി എടുക്കുന്ന അതേ ഫീലോട് കൂടിയിട്ട് അത്രയും സിമ്പിളായിട്ട് എടുത്തിട്ട് പോകാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനി ഒരു വാഹനം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കുന്നതിനേക്കാളും 100 ഇരട്ടി കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 18,27,000 രൂപ. ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആസ്കിംഗ് റേറ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു 4 ദിവസങ്ങളിൽ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. 4 സിലിണ്ടറിൽ വരുന്ന സെഫ്റ്റിയറുകളൊക്കെ നോക്കുകയാണെങ്കിൽ പല കളറിലും പല വേരിയന്റിലും നമ്മുടെ അവൈലബിൾ ആണല്ലേ? ഇത് VXI ഓട്ടോമാറ്റിക് കൂടിയാണ്. ഏതാ മോഡൽ? എത്ര തന്നെ? 2019 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുപോലെ വാറണ്ടി, ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്?
ഇത് നമുക്ക് ഒരു 6 ലക്ഷത്തിൻ്റെ ആ റേഞ്ചിൽ ആക്കി ചെയ്തു കൊടുക്കാൻ പറ്റും. വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. വണ്ടി ഭ്രാന്തന്മാരും യുവാക്കളും ഒരുപാട് നോക്കുന്ന ഒരു വാഹനമാണ് ഫോക്സ്വാഗന്റെ പോളോ. 2017 മോഡല് 1.5 ലിറ്റർ. 1.5 ഡീസലാണോ? ഡീസലാണ്. ഒരുപാട് ആളുകൾ എപ്പോഴും എൻക്വയറി ചെയ്യുന്നതാണ് ഫോക്സ്വാഗന്റെ പോളോ ഡീസൽ ഉണ്ടാവുന്നത്. ഇതിന് എത്ര ചോദിക്കുന്നത്? നമ്മുടെ സ്റ്റോക്ക് റേറ്റ് വന്നിരുന്നത് 4.5 ആയിരുന്നു. അത് നമുക്ക് പിന്നെ ഒരു 4.30 വരേക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ 4 ദിവസങ്ങളിൽ മാക്സിമം കുറക്കാൻ പറ്റുന്നതിന് അത്രയും ഓഫർ ഞങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം സ്ക്രീൻ കാണാൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടോ. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും 7 സീറ്റർ ഉണ്ടോന്ന്. 7 സീറ്റർ വാഹനങ്ങളുണ്ടോ? Ertiga ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ പെട്രോൾ. എത്ര മോഡൽ എത്ര വരുന്നത്? 2016 മോഡൽ. 2016 മോഡൽ ZXi ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 6 ലക്ഷമായിരുന്നു നമ്മുടെ സ്റ്റോക്ക് റേറ്റ് ഉണ്ടായിരുന്നത്. 5.80 വരേക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. വലിയൊരു വാഹനത്തിന് ചെറിയൊരു എമൗണ്ട്, ഒരു മീഡിയം ബഡ്ജറ്റിൽ 7 സീറ്റർ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള വണ്ടിയാണ് ZXi പ്ലസ് 2016 മോഡൽ. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണും ചെയ്യാലോ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള 5 സീറ്റർ വാഹനങ്ങളൊക്കെ മാറ്റിയിട്ട് 7 സീറ്റർ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഇത് ഹോണ്ടയുടെ സിവിക്. ഒരു ആവശ്യക്കാര് പെട്ടെന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല അല്ലേ? കിട്ടില്ല. വളരെ റെയർ ആയിട്ടുള്ള വണ്ടിയാണ്. ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണ്. 2020 മോഡൽ ഡീസലാണ്. ഫുൾ ഓപ്ഷൻ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സൺറൂഫ് അടക്കമുള്ള എല്ലാ സംഗതികളും വരുന്ന ഒരു കിഡിലൻ വാഹനം. സിംഗിൾ ഓണർ. ടോപ്പ് ആൻഡ് വേരിയന്റ്. പിന്നെ എടുത്തു പറയേണ്ടത് എഞ്ചിൻ ഡീസൽ എഞ്ചിൻ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത, ഇത് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്താലും മോശം വരില്ല. യാത്രകളുടെ പ്രിയ കൂട്ടുകാരൻ. അതായത് അത്രയും മൈലേജോട് കൂടി അത്രയും വിശ്വസിച്ച് നമുക്ക് എവിടെയും കൊണ്ടുപോകാം. പെട്രോൾ വിത്ത് CNG. പെട്രോൾ നമുക്ക് യൂസ് ചെയ്യാം, CNG യൂസ് ചെയ്യാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 2023 മോഡലാണ്. ടോപ്പ് വേരിയന്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം വരുന്നുണ്ടല്ലേ? ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. മാക്സിമം ലോണും നമുക്ക് കൊടുക്കാം. 2029 വരേക്കും വാറന്റിയോട് കൂടിയിട്ട് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പുതിയത് എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ പുതിയതിലേക്ക് പോകേണ്ട. കാരണം പുതിയത് 3 സിലിണ്ടർ ആണ്, ഇത് 4 സിലിണ്ടർ ആണ്. അപ്പോൾ അത്യാവശ്യം പവറും പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഇന്നത്തെ കാലത്ത് SUV സെഗ്മെന്റ് വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അല്ലേ? അത് 5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ SUV സെഗ്മെന്റ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് റെനോൾട്ടിന്റെ കൈകർ. 2022 മോഡൽ. അത് 30,000 കിലോമീറ്ററിന്റെ അടുത്തേ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ആക്സിഡന്റോ ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. വിശ്വസിച്ച് എടുത്തിട്ട് പോവാം. അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5 ലക്ഷത്തിലും താഴെയാണ്. ചേട്ടാ കാല് കളഞ്ഞിട്ട് വയ്യ. ഇത്രയും വണ്ടികളൊക്കെ ഓരോന്നോരോന്ന് കാണിച്ചിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും നമുക്കേ വണ്ടി കണ്ട് മതിയായിട്ടില്ല, കാണിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ വയ്യ, നടന്നിട്ട് ക്ഷീണിച്ചവേ. നമുക്കിപ്പോ നിലവിൽ എല്ലാ കമ്പനികളുടെ വാഹനങ്ങളുണ്ട്. കിയയുടെ സോണറ്റ് ഉണ്ട്, റെനോൾട്ട് ഉണ്ട്, മാരുതി ഉണ്ട്, ഹ്യുണ്ടായി, ടാറ്റ ഉണ്ട്. എല്ലാ കമ്പനികളുടെ വാഹനങ്ങളുണ്ട് അല്ലേ? ഒരു നമുക്കിപ്പോ എടുത്തു പറയാം ഏതൊക്കെ വാഹനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുക? പോളോ, ഗ്രാൻഡ് വിറ്റാര, താർ, ബ്രസ, പിന്നെ അതിനകത്ത് തന്നെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്, പിന്നെ മാനുവൽ രണ്ടും അവൈലബിൾ ആണ്. അതുമാതിരി ഈക്കോ ഉണ്ട്, ഇയോൺ ഉണ്ട്, ബലേനോ ഉണ്ട്, ഇഗ്നിസ് ഉണ്ട്, ഗ്ലാൻസ ഉണ്ട്, ഫ്രോൺസിന്റെ ഓട്ടോമാറ്റിക് ഉണ്ട്, ഹോണ്ട അമേസ് ഉണ്ട്, സിവിക് ഉണ്ട്, സോണറ്റ് ഡീസൽ ഉണ്ട്. ഈ രജിസ്ട്രേഷനിലുള്ള ഇന്നോവ ക്രിസ്റ്റ വിത്ത് വാറണ്ടി 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് വാറന്റിയോട് കൂടിയിട്ട് അതും നിങ്ങൾക്കായി നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റകളൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതർ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾ വഞ്ചിതരാവണ്ട. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വിത്ത് 1 ഇയർ വാറന്റിയോട് കൂടിയിട്ട് ഇവർ വിൽക്കുന്നുണ്ട് അല്ലേ? പിന്നെ നമുക്ക് പേടിക്കാത്ത വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. ഈ 4 ദിവസങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ലാഭമാണ് കേട്ടോ. കാരണം ഇത്തരം വാഹനങ്ങൾ ഒരു ലൊക്കേഷനിൽ കാണുന്ന പറഞ്ഞാൽ തന്നെ നമുക്ക് ഭാഗ്യമാണ്. പല ദിവസങ്ങൾ പല ഷോറൂമുകൾ പോകേണ്ട ആവശ്യമില്ല. ആൾക്കാരുടെ സൗകര്യം പിന്നെ മുൻനിർത്തിയാണ് നമ്മൾ ഒഴിവ് ദിവസങ്ങളിൽ കൂടി നമ്മൾ ഈ മേള എക്സ്റ്റെൻഡ്. ഇനിയിപ്പോൾ വണ്ടി ഇടാൻ സാധനമില്ല, അത്രയും വില്ലയാണ് കിടക്കുന്നത്. ഇനി ഇങ്ങനെ ബുക്ക് ചെയ്ത് പോകണതനുസരിച്ച് പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാത്ത വാഹനങ്ങളും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. കാരണം ഇവരുടെ തൊട്ടപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ഷോറൂം ഇവരുടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഏത് വാഹനം അന്വേഷിച്ച് നിങ്ങൾ വന്നാലും ഇവരുടെ കയ്യിലുണ്ട് സാധനം അല്ലേ? അപ്പം നമ്പർ സ്ക്രീനിലുണ്ട്. ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിൽ കോളമ്പാറ അല്ലേ? ട്രൂ വാലി ഷോറൂം. എവിടെ മേള അവതരിപ്പിച്ചാലും അവിടെ ഇവിടെ ഉണ്ടല്ലോ. എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് ബ്രോ നമസ്കാരം. ഏത് വണ്ടി നോക്കുന്നത്? നമുക്ക് നല്ലൊരു ഓഫറിൽ വണ്ടി ഉണ്ടാവും നോക്കാൻ വേണ്ടി. നല്ല ഓഫറിലല്ലേ? നല്ല ഓഫറിൽ വണ്ടി ഉണ്ട്. പക്ഷേ ഒരു മിനിറ്റ് ഇതിനേട്ടാ ഒന്നുണ്ടോ? ഇഷ്ടപ്പെട്ടല്ലോ. ഇവര് നല്ല ഓഫറിൽ നല്ലൊരു വണ്ടി വേണം. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. നമ്മളാണ് കേട്ടോ. ശരി 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 പറയൂ സാർ. ഏതാ നോക്കുന്നത്? നമുക്കിപ്പോൾ ഇവിടെ ഹോണ്ട സിവിക് ഉണ്ടാവും. ഹോണ്ട സിവിക് ഉണ്ട്, ഉണ്ടാവും. അതിന്റെ ഡീസൽ ഉണ്ടോ? അതാണ് പോളോ ഉണ്ടാവും. പോളോ ഏതാ? പെട്രോൾ ആണോ ഡീസലാണോ? ഏതാണ്? ഡീസലുണ്ട്. റെഡ് കളർ. അത് റെഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെ റെഡാണുള്ളത്. റെഡാണുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. എങ്ങനെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ? ബഡ്ജറ്റ് എങ്ങനെ? നമ്മൾ ലോ ബഡ്ജറ്റ്
ഏത് ബഡ്ജറ്റ് ആണെങ്കിലും നമ്മൾ മാക്സിമം ലോൺ തരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റിന്റെ പ്രശ്നം വരില്ലല്ലോ. ഫുൾ ലോൺ ഇട്ടൊരു എങ്ങനെയാണ്? ഫുള്ള് നിങ്ങൾക്ക് മാസം കറക്റ്റായിട്ട് അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ എങ്ങനെ? വണ്ടിക്ക് വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, നിങ്ങൾ വന്ന സമയം ഏറ്റവും കറക്റ്റ് ടൈമാണ്. അതെന്താ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മേളയാണേ, മേള നടക്കുന്നു. 4 ദിവസം മേളയാണ് ഇവിടെ. അപ്പൊ ഈ മേളയിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വാരി കോരി കൊടുക്കുകയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ കറക്റ്റ് ടൈമിനാണ് സാർ വന്നത്. അതെ. പിന്നെ ഞാൻ സാറിന് ഇതിന്റെ മുന്നേ കുറച്ച് ഫോട്ടോസ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു. ഓക്കെ. അല്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഫോട്ടോ കണ്ടു, സാറ് നേരിട്ട് ഇവിടെ വന്നു, അത് രണ്ടും തമ്മിൽ എന്താണ് ഒരു ഫീൽ? ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല ഇവിടെ വന്നപ്പോൾ. ഇതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. നേരിട്ട് വരൂ, വണ്ടിയുടെ ക്വാളിറ്റി അനുഭവിച്ചറിയൂ. അപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുക, എടുക്കാനുള്ള ഒരു മൂഡ് വരിക. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലക്കാട് കാലിക്കറ്റ് ഹൈവേയിൽ കോണമ്പാറ നെക്സയുടെ തൊട്ടടുത്തുള്ള ട്രൂ വാല്യൂ. ഓക്കെ. അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും, എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. ജൂലൈയിലെ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് നമ്മുടെ ഈ മേള ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 23, 24, 25, 26 തീയതികളിൽ.